കരോൾട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയർ തുടങ്ങിയ കാലം മുതൽ ഇതിൽ ശുശ്രൂഷിച്ച് അനേക വിടുതലുകൾ കാണുവാനിടയായി. ശ്രോതാക്കളായിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവരായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത് നടക്കുന്ന ഭവനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്. ഒരു സമയത്ത് ഈ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ ആരും വന്നില്ലെങ്കിലും, അന്ന് എന്നെ മോനച്ചൻ ബ്രദർ എന്നാണ് വിളിക്കുന്നത്, ഇപ്പോഴും വല്ലപ്പോഴൊക്കെ മോനച്ചൻ ബ്രദർ എന്ന് വിളിക്കും, മോനച്ചൻ പാസ്റ്റർ എന്ന് വിളിക്കും, പലതും വിളിക്കും. ആരും വന്നില്ലെങ്കിലും ഞാനും എൻ്റെ ഭാര്യയുമുണ്ട്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവദാസന്റെ കുടുംബത്തിൽ അനേക വർഷങ്ങളായി ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന ഈ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഡാളസിൽ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കടന്നു വരാം, ഇതിൽ സംബന്ധിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിടുതലിന്റെ ശുശ്രൂഷ പല ദൈവദാസന്മാരെ കൂടി നിങ്ങൾക്ക് അനുഭവിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലും ആശ്വാസമായി തീരുവാൻ ഇടയായി തീരും. ഈ ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ നിങ്ങൾക്കിത് അനുഗ്രഹമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശീർവദിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ആഭിമുഖ്യത്തിൽ ഉള്ള ഈ പ്രാർത്ഥനയിൽ ദൈവവചനം കേൾപ്പാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായുള്ള കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിലുള്ള സ്നേഹബന്ധനം അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവത്തിന്റെ വചനം ഒന്നിച്ച് ധ്യാനിച്ച് ദൈവത്തിന്റെ കൃപയും ശക്തിയും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇന്ന് ഈ സായാഹ്ന സമയം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് പ്രത്യേകമായിട്ട് വായിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ എഴുതിയതായുള്ള സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്ന് വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമല്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും ദൈവം സ്നേഹിച്ച മനുഷ്യൻ ദൈവത്തെ മറന്നാലും ദൈവം അവനെ എങ്ങനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ളതും ഇന്ന് ഈ സായാഹ്ന സമയം അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ ഈ ഭൂമിയിൽ തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി തന്റെ ശുശ്രൂഷയിൽ തന്നോടുകൂടെ പങ്കാളികളായി തീരുവാൻ അനേക ശിഷ്യന്മാരെ അവൻ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ശിഷ്യനായിരുന്നു വിശുദ്ധ പത്രോസ്. പത്രോസിന്റെ ആദ്യത്തെ പേര് ശിമോൻ എന്നായിരുന്നു. ശിമോൻ എന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ തൂകിപ്പോകുന്നതായുള്ള അവസ്ഥയുള്ളവൻ.
അങ്ങനെ തൂകിപ്പോകുന്നതായുള്ള അവസ്ഥയിലുള്ളതായുള്ള ആ ശിമോനെ യേശു വിളിച്ച് അവന്റെ ശിഷ്യനാക്കി തീർത്തപ്പോൾ ഉറപ്പുള്ള ഒരു പാറയാക്കി അവനെ മാറ്റിയതായി നാം ദൈവത്തിന്റെ വചനത്തിൽ മനസ്സിലാക്കുന്നു. വിശുദ്ധ പത്രോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ മുഖവരയായി ഞാൻ ഓർപ്പിക്കട്ടെ. പത്രോസിനെ യേശുവിന്റെ സന്നിധിയിൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അന്ത്രയോസ് എന്ന തന്റെ സഹോദരനാണ്. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനെ കണ്ടുമുട്ടുന്നുവെങ്കിലും തന്നെ തന്റെ ശിഷ്യത്വത്തിലേക്ക് യേശു വിളിച്ച് ആക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ്. അവിടെ വലിയ പെരുത്തൊരു മീൻകൂട്ടത്തിന്റെ ദർശനം കാണിച്ചുകൊണ്ട് പത്രോസിനോട് തന്റെ അവസ്ഥ എന്താണെന്ന് കർത്താവിനെ മനസ്സിലാക്കി കൊടുത്തു. ആ അവസ്ഥയുടെ മധ്യത്തിൽ താൻ അനുഭവിച്ചപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ ഇതുവരെയും മത്സ്യത്തെ പിടിക്കുന്നവരായിരുന്നു, എന്നാൽ ഇന്നു മുതൽ നിനക്ക് ഞാനൊരു പുതിയ ചുമതല തരാൻ പോവുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ നീ മനുഷ്യരെ പിടിക്കുന്നവരായി തീരും. മത്സ്യത്തെ പിടിക്കുന്നതും മനുഷ്യരെ പിടിക്കുന്നതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മത്സ്യത്തെ അത് ജീവിക്കുന്നത് സാഗരത്തിലാണ്, അല്ലെങ്കിൽ സമുദ്രത്തിലാണ്, വെള്ളത്തിലാണ്. വെള്ളത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് ഇടുമ്പോൾ അതിന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്. എന്നാൽ മനുഷ്യരെ പിടിക്കുക എന്ന് യേശു പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഈ ലോകമാകുന്ന സാഗരത്തിൽ മരിച്ചിരിക്കുന്നതായുള്ള ജീവിതങ്ങളെ അവരെ പിടിച്ചെടുത്ത് ജീവന്റെ അംശമുള്ളവരാക്കി തീർക്കുവാൻ, ജീവൻ ഏകിയാക്കി തീർക്കുവാൻ പത്രോസെ നിന്നെ ഞാൻ അതേ ആക്കി വെക്കുകയാണ്. അങ്ങനെ പത്രോസിനെ തന്റെ ശിഷ്യനാക്കി തീർത്ത ശേഷം നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ വചനം കാണുന്നത് പത്രോസിന്റെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള വീഴ്ചകളൊക്കെയും സംഭവിച്ചു. യേശുവിനെ അവൻ തള്ളിപ്പറയുവാൻ കാരണമായി തീർന്നു. എന്തുകൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ ധാരാളം കാരണങ്ങൾ അതിൽ നമുക്ക് പറയുവാനായിട്ടുണ്ട്. അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു എടുത്തുചാട്ടമുള്ളവനാണ്. സ്വയമായ ചില അഭിമാനങ്ങൾ അവനുള്ളവനായിരുന്നു. അവൻ പറഞ്ഞു, എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. അവന്റെ സ്വന്തമായിട്ടുള്ള കഴിവ് പ്രയോഗിക്കുവാൻ യേശു ഗതശമന ഓട്ടത്തിൽ പടയാളികളാൽ പിടിക്കപ്പെടുമ്പോൾ അവൻ തന്റെ വാളെടുത്ത് ഒരു പടയാളിയെ അതേ വെട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുകയും ആവശ്യമില്ലാത്ത ദുരഭിമാനം വെച്ചു പുലർത്തുകയും ചെയ്തതും ആവശ്യമില്ലാത്തതായ കൂട്ടുകെട്ടുകളിൽ പോയി തന്റെ തണുപ്പ് മാറ്റുവാനായി അതേ സഹകരിക്കുകയും ചെയ്തതൊക്കെ അവന്റെ ജീവിതത്തിലെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നു. ഹല്ലേലൂയ. നമ്മളും പലപ്പോഴും ഇങ്ങനെ പിന്മാറ്റത്തിലും വീഴ്ചയിലുമായിരുന്നതിന്റെ രഹസ്യങ്ങൾ എന്തെന്ന് അതേ നാം ഓരോരുത്തരും പരിശോധിക്കണം. അങ്ങനെയുള്ള പിന്മാറ്റത്തിൽ പോയി യേശുവിനെ തള്ളിപ്പറഞ്ഞ് തന്റെ പഴയതായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് പോയതായിട്ടുള്ള പത്രോസിനെ യേശു വിളിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാനായി താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം കടൽക്കരയിലേക്ക് ചെല്ലുന്നതായിട്ടുള്ള സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അതേ കാണുന്നത്. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നാളിൽ നിന്നോടുള്ള സ്നേഹം കർത്താവായ യേശു ക്രിസ്തു നിന്നെയും സ്നേഹത്തോടുകൂടെ മാടി വിളിച്ച് അവരെ നിന്റെ ഓരോ ശുശ്രൂഷകൾക്കായി ഓരോ സ്ഥാനങ്ങളിൽ ആക്കി വെച്ചു. ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ മൂലം ഹല്ലേലൂയ ആരെങ്കിലും ഇന്ന് ആ പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ പത്രോസിനെ പോലെ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റവനായിട്ടുള്ള കർത്താവ് ഹല്ലേലൂയ ഇന്ന് സുപ്രഭാതത്തിൽ ഹല്ലേലൂയ ആ സുപ്രഭാതത്തിൽ പത്രോസിന്റെ അടുക്കൽ കടന്നതുപോലെ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് അവന്റെ പ്രവൃത്തി നമ്മളോട് ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പിന്മാറ്റത്തിൽ പോകുന്നതായുള്ള വ്യക്തിയെ ദൈവം എങ്ങനെ എത്ര സ്റ്റെപ്പുകളിൽ കൂടെ കടത്തിയാണ് ഹല്ലേലൂയ
ആ ദൈവം ചെയ്യുന്നതായുള്ള ക്രമീകരണങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പത്രോസിനെ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള വിധത്തിലൊക്കെ നീ സഞ്ചരിച്ചു. എന്നാൽ പ്രായമായ ശേഷമോ, ഹല്ലേലൂയ, മറ്റൊരുത്തൻ നിന്നെ നിയന്ത്രിക്കുന്നതായുള്ള അവസ്ഥയിലേക്ക് നീ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്നതായുള്ള ആയുസ്സും ആരോഗ്യവും നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാതെ വരുമ്പോൾ നമ്മളൊക്കെയും തളരുകയും തളടിയായി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എല്ലാ മനുഷ്യ ജീവിതങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യ ജീവിതങ്ങൾ അതിനെ തകർന്നു പോകാതെ വണ്ണം കൈപിടിച്ച് നടത്തുവാൻ സർവശക്തനായ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് ഈ അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വരാം. ഹല്ലേലൂയ. അധ്യായത്തിന്റെ ആരംഭ ഭാഗം മുതൽ നോക്കുന്നതായ അവസരത്തിൽ ദൈവം കർത്താവ് ചെയ്തതായുള്ള ചില പ്രവൃത്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 21-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു കടൽക്കരയിൽ ചെന്നിട്ട് മീൻ പിടിക്കുന്നതായുള്ള ശിഷ്യഗണത്തോട്, ഹല്ലേലൂയ, അവരെ യേശുവാണെന്ന് മനസ്സിലാക്കാതിരിക്കുന്നുവെങ്കിലും യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പടകിന്റെ വലത്ത് ഭാഗത്ത് വീശുക. ഹല്ലേലൂയ. അവിടെ എന്താന്ന് ചോദിച്ചാൽ യേശു അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കുകയാണ്, സ്വർഗത്തിന്റെ ഡയറക്ഷൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യ ജീവിതമേ, പിന്മാറ്റത്തിലായിരിക്കുന്നതായുള്ള ജീവിതമേ, ഹല്ലേലൂയ, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വരുന്നതായുള്ള യേശു, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഒരു ഡയറക്ഷൻ ആദ്യം തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്കൊരു ഡയറക്ഷൻ തരും. ഹല്ലേലൂയ. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ പോയി നീണ്ട വർഷങ്ങൾ അവൻ ദൈവത്തോട് ചെയ്തതായ ഉടമ്പടി മറന്നു തന്റെ സ്വന്തം ഇതപ്രകാരം ജീവിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവം അവന്റെ അടുക്കിലേക്ക് കടന്നു നിന്നൊരു ഡയറക്ഷൻ കൊടുത്തു. യാക്കോബേ, നീ ബേഥേലിലേക്ക് മടങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്മാറ്റത്തിലായിരിക്കുന്ന ജീവിതത്തിൽ ദൈവം കൊടുക്കുന്നതായ ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ ഒന്നാമത്തെ ഭാഗമാണ് ഡിവൈൻ ഡയറക്ഷൻ. പ്രൈസ് ദി ലോർഡ്. ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ആലോചന നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. ഇന്ന് ഒരു പക്ഷേ ഏതെങ്കിലും വിഷയങ്ങളുടെ മുഖത്ത് രോഗങ്ങളുടെയോ പലവിധമായിട്ടുള്ള ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുടെയോ എന്തെങ്കിലും സാമ്പത്തികമായ ഞെരുക്കങ്ങളുടെയോ മധ്യത്തിൽ, ഹല്ലേലൂയ, കർത്താവ് ഇന്ന് നിന്റെ പടുക്കൽ കടന്നു വന്നുകൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്കൊരു ഡയറക്ഷൻ തരികയാണ്. ഹല്ലേലൂയ. അവന്റെ ഡയറക്ഷൻ ഈ ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ഇത് ധ്യാനിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിന്റെ ഡയറക്ഷൻ നിന്റെ ജീവിതത്തിൽ ലഭിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് നീ അനുസരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയ ദൈവം നിന്നെയും യഥാസ്ഥാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ രണ്ടാമത്തെ ഭാഗം എന്തെന്നറിയാമോ? അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവർ കരയിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ടി സ്വർഗം ഒരു പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? അവര് രാത്രി മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒന്നും കിട്ടാത്തതായ അവസ്ഥയിൽ കരയിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, യേശു അവർക്ക് വേണ്ടി ഒരു ആഹാരം ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ദൈവസന്നിധിയിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നവരാകുന്നുവെങ്കിലും നിന്നെ മാടി വിളിച്ച് നിന്നെ ആ പഴയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്ന കർത്താവ്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരു വലിയ പ്രിപ്പറേഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വലിയൊരു ഒരുക്കം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ അനേക ഒരുക്കങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ശത്രുക്കളുടെ മുൻപിൽ നിനക്ക് വലിയൊരു മേശ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രുക്കളുടെ മുൻപിൽ ഒരു മേശ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. നിറഞ്ഞു കവിയുന്നൊരു അനുഭവത്തോടു കൂടിയുള്ള ഒരു മേശ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഒരു ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, അത്താഴം ഒരുക്കി വെച്ചിരിക്കുന്നു, വരുവീൻ വന്ന് ഇതിൽ പങ്കാളികളായി തീർന്നുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കം ചെയ്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളെ വിളിച്ചു യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതായുള്ള ദൈവത്തിന്റെ രണ്ടാമത്തെ പദ്ധതിയാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ഹല്ലേലൂയ. ഡിവൈൻ പ്രിപ്പറേഷൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അതേ അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് 21-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നതായുള്ള മറ്റൊരു സംഗതി എന്നാണ് ചോദിച്ചാൽ, ഒരുക്കി വെച്ച ശേഷം അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, അതേ കുഞ്ഞുങ്ങളെ നിങ്ങൾ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ, നിങ്ങൾ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. അതേ മൂന്നാമത് കാണുന്നതായുള്ള വ്യവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് നീ വന്ന് അനുഭവിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ഒരു ക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എ ഡിവൈൻ ഇൻവിറ്റേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു സ്വർഗീയമായിട്ടുള്ള ഇൻവിറ്റേഷൻ ദൈവം തരികയാ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതായിട്ടുള്ള അതേ എല്ലാ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്വർഗ്ഗം ഇന്ന് നിനക്കൊരു ഇൻവിറ്റേഷൻ തരികയാ. ഹല്ലേലൂയ. നീ ഭാരത്തിലായിരിക്കാം, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് കടന്നു വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. എ ഡിവൈൻ ഇൻവിറ്റേഷൻ. പ്രൈസ് ദി ലോർഡ്. പത്രോസേ, നീ മാറിപ്പോയിരിക്കുന്നുവെങ്കിലും കടന്നു വാ, കടന്നുവതെ ഭക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അതേ പത്രോസിനോട് പറയാ, എ ഡിവൈൻ ഇൻവിറ്റേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം എന്റെ 21-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതേ അവിടെ കാണുന്ന വലിയൊരു സംഗതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു അവർക്ക് അപ്പം എടുത്തു നുറുക്കി അവർക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എടുത്ത് അതേ നുറുക്കി അവർക്ക് കൊടുക്കുക. ഹല്ലേലൂയ. എന്താണെന്ന് ചോദിച്ചാൽ, ഇവരോട് പറഞ്ഞ് നിങ്ങൾ വന്ന് ഭക്ഷിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണമെങ്കിൽ വന്നിട്ട് അത് എടുത്ത് ഭക്ഷിക്കാമായിരുന്നു. അങ്ങനെയല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. കർത്താവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ ഈ അവസ്ഥയിൽ നിന്നെ അതേ കൈത്താങ്ങിൽ തരുവാൻ, നിന്നെ ശുശ്രൂഷിപ്പാൻ അതേ മതിയായ ഒരു കർത്താവ്. ഹല്ലേലൂയ. അതിനേക്കുള്ളത്. ഹല്ലേലൂയ. എ ഡിവൈൻ സർവീസ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ ഒരു ശുശ്രൂഷ. ഹല്ലേലൂയ. അതേ കർത്താവ് കാഴ്ചവെക്കുകയാണ്. മനുഷ്യപുത്രൻ കടന്നു വന്നിരിക്കുന്നത് അവൻ ശുശ്രൂഷ ഏൽപ്പാനായിട്ടല്ല, അത് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ കൂടിയാ വന്നിരിക്കുന്നത്. അതേ ഇന്ന് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ഹല്ലേലൂയ, നിന്റെ എന്തെങ്കിലും ശുശ്രൂഷ അവൻ ആവശ്യമായിട്ടുള്ളതല്ല, പിന്നെയോ അവൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കുവാനായിട്ടുമാ യേശു ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി അതെ ഒരു ശുശ്രൂഷ ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. താൻ ഏൽക്കുന്ന ക്രൂശ് മരണത്തിന് മുൻപായിട്ട്, അന്ത്യത്താഴത്തിന് അവസരത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അവൻ അരയിൽ ഒരു തുവർത്ത് അതെ ചുറ്റിയിട്ട്, ഹല്ലേലൂയ, ഒരു പാത്രത്തിൽ വെള്ളവും എടുത്തുകൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അതെ അവരുടെ കാലുകളെ അതേ കഴുകി. ഹല്ലേലൂയ. ആമേൻ. അവരുടെ കാലുകളെ കഴുകി. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥയെക്കുറിച്ച് അതേ സ്വർഗത്തിന് അറിയാം. ഹല്ലേലൂയ. പത്രോസേ, നിന്റെ അവസ്ഥയെക്കുറിച്ച് അതേ സ്വർഗത്തിന് അറിയാം. നിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് അതേ സ്വർഗത്തിന് അറിയാം. ഹല്ലേലൂയ. നിന്റെ പാപാവസ്ഥയെക്കുറിച്ച് സ്വർഗത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ പാപങ്ങളെയൊക്കെയും കഴുകുവാൻ ഒരു ശുശ്രൂഷക്കാരനായി യേശു ഇന്ന് നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ഇന്നൊരു ശുശ്രൂഷക്കാരനെ പോലെ നിന്റെ അടുക്കിലേക്ക് അതേ കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ നിന്റെ സകല കുറവുകളെയും അവൻ ശുദ്ധീകരിക്കുകയും അവൻ തന്റെ ശുശ്രൂഷ മൂലം, ഹല്ലേലൂയ, നിന്നെ അതേ പൂർണ്ണ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ആക്കി തീർക്കുകയും ചെയ്യുവാൻ അവൻ പ്രാപ്തനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എ ഡിവൈൻ സർവീസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം, ഹല്ലേലൂയ, അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ കർത്താവിന്റെ, ഹല്ലേലൂയ, പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരിക. അവിടെ എന്താ കാണുന്നതെന്ന് അറിയാമോ? ഇത്രയുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നീ ശാരീരികവും മാനസികവുമായി ശക്തിപ്പെട്ടിരിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തെ കുറിച്ചൊരു ടെസ്റ്റ് നടത്താൻ പോവുക. ഹല്ലേലൂയ. എ ഡിവൈൻ ടെസ്റ്റ്. ഹല്ലേലൂയ. ഒരു അതേ സ്വർഗീയമായിട്ടുള്ള ഒരു പരീക്ഷ നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ 3 ചോദ്യങ്ങൾ അതേ കർത്താവ് അതേ പത്രോസിന് ഇട്ട് കൊടുത്തു.
3 ചോദ്യങ്ങളിലും ഹല്ലേലൂയ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം അതേ പത്രോസിന് കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. ആ 2 ക്വസ്റ്റ്യനുകളിലും ശരിയായിട്ടുള്ള അല്ലെങ്കിൽ പാസ് മാർക്ക് അവന് വാങ്ങിക്കുവാനായിട്ട് സാധിച്ചില്ല. 3-ാമത്തെ ചോദ്യത്തിന് മുൻപിൽ അതേ പത്രോസ് ഹല്ലേലൂയ അതേ തകർന്ന ഹൃദയത്തോടുകൂടെ കർത്താവിനോട് പറയുക, ഹല്ലേലൂയ എനിക്ക് ഈ പരീക്ഷ ജയിക്കാനായിട്ട് പ്രയാസമുണ്ട് കർത്താവേ, ഹല്ലേലൂയ അതുകൊണ്ട് സകലതും നീ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ സകല ഉത്തരവും നിനക്കറിയാമല്ലോ കർത്താവേ, ഹല്ലേലൂയ സകല ആൻസറും നിന്റെ കയ്യിലുണ്ടല്ലോ കർത്താവേ, ഹല്ലേലൂയ എന്റെ അവസ്ഥയെ നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ, ഹല്ലേലൂയ ഞാനൊരു ബുദ്ധിമാനല്ല, ഞാനൊരു പണ്ഡിതനല്ല, അതേ എനിക്ക് ഒന്നും സ്വയമായിട്ടൊന്നും പറയുവാനായിട്ട് ഇനിയില്ല. ഹല്ലേലൂയ കർത്താവേ അതേ നിനക്ക് സകല ഉത്തരവുമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ അതേ കർത്താവ് അവന്റെ അതേ ശരിയായിട്ടുള്ള ഉത്തരം കിട്ടി. ഹല്ലേലൂയ 3-ാമത്തെ ചോദ്യത്തിന് അവന്റെ അതേ ആ ടെസ്റ്റിന്റെ 3-ാമത്തെ ചോദ്യത്തിങ്കിൽ അവന് ഉത്തരം കിട്ടി, അവൻ അതേ പാസ്സാകുകയും ചെയ്തു. ദൈവത്തിന്റെ വചനം അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അതേ ഇന്ന് അതേ പ്രിയമുള്ളവരെ നമ്മുടെ അവസ്ഥ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയിരിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ കർത്താവിന്റെ ചോദ്യം ഇതൊന്നു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിന്റെ പാപത്തിൽ നിന്ന് വിട്ടെടുക്കുവാൻ തക്കവണ്ണം നിന്നെ സ്നേഹിച്ചതായിട്ടുള്ള യേശുവിനെ അതേ എന്നെ നീ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ യേശുവിന്റെ അതേ ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. ആ പരീക്ഷയുടെ അതേ ചോദ്യം ഇതൊന്നു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ അതേ നിന്നോടും ഇന്ന് ഈ ചോദ്യം ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പത്രോസിനെ എന്തിനു വേണം അതേ യേശു യഥാസ്ഥാനപ്പെടുത്തേണ്ടത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഹല്ലേലൂയ അവൻ അങ്ങനെ അവനെ തള്ളിപ്പറഞ്ഞ് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പഴയ തൊഴിലിലേക്ക് പോയതല്ലേ? ഹല്ലേലൂയ എന്നാൽ സ്വർഗം അതേ ദൈവം അങ്ങനെയുള്ളവനല്ല. ഹല്ലേലൂയ അവൻ മാറിപ്പോയാലും നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ഹല്ലേലൂയ നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മളോടുകൂടെ പാർക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അവൻ വിശ്വസ്തത ആചരിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അതുകൊണ്ട് ഈ ചോദ്യത്തിന് മുമ്പിൽ ഹല്ലേലൂയ ഇന്ന് ഈ വചനം കേൾക്കുന്ന നമുക്കൊരു മറുപടി കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? ഹല്ലേലൂയ അതേ യേശുവേ അതേ നീ സകലതും അറിയുന്നു. ഹല്ലേലൂയ എന്റെ ഉള്ളം നീ അറിയുന്നു, എന്റെ ജീവിതത്തെ നീ അറിയുന്നു. ഹല്ലേലൂയ അതാണ് എന്റെ ആൻസർ. പ്രൈസ് ദി ലോർഡ് നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ് അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? യഥാസ്ഥാനപ്പെടുത്തുന്നതിന്റെ അതേ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് എ ഡിവൈൻ ടെസ്റ്റ്. ഹല്ലേലൂയ ഓ ഗ്ലോറി ജീസസ്. അതിനുശേഷം ഹല്ലേലൂയ പത്രോസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പുതിയൊരു ഉത്തരവാദിത്വം കൊടുക്കുക. ഹല്ലേലൂയ എന്താ പറയാ അറിയാമല്ലോ. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുക, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ഹല്ലേലൂയ നീ എന്റെ കുഞ്ഞാടുകളെ മേയിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. എ ഡിവൈൻ അസൈൻമെന്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഇന്ന് യേശു ചോദിക്കുന്നതായുള്ള ചോദ്യത്തിന് നിനക്കൊരു മറുപടി ഉണ്ടെങ്കിൽ, നീ ആൻസർ കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്നെ ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിക്കാനായിട്ട് യേശു പോവുകയാണ്. അതെ നമ്മളെ എല്ലാവരെയും ഒരു ദൈവീയ ശുശ്രൂഷയ്ക്കായി ദൈവം അതേ ഇന്ന് ഒരുക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് അതേ ദൈവത്തിന്റെ ആടുകളായി അതേ ചിന്നിച്ചിതറിപ്പോയിരിക്കുന്ന അനേകായിരമായിട്ടുള്ള ആളുകളെ ഹല്ലേലൂയ അവന്റെ സന്നിധിയിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ അതേ ദൈവം നമുക്കൊരു വലിയ അസൈൻമെന്റ് തരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എ ഡിവൈൻ അസൈൻമെന്റ് in your life. Hallelujah നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അസൈൻമെന്റ് അവൻ തരുന്നു. പ്രൈസ് ദി ലോർഡ് ഇന്നത് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ് നമ്മളെയൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ ദൈവം പറിച്ചു നട്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ ദൈവത്തിന്റെ ഫലഭൂയിഷ്ടമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹങ്ങൾ തന്ന് ഹല്ലേലൂയ അതേ ആറ്റരികത്ത് നമ്മളെ നട്ടിരിക്കുന്ന അനുഭവത്തിലല്ലേ? അതിനാൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അതേ വലിയൊരു അസൈൻമെന്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ തെറ്റിപ്പോയിരിക്കുന്നതായിട്ടുള്ള ജീവിതങ്ങളെ അതേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. ഹല്ലേലൂയ നമ്മളെ തന്നെ ചിന്തിച്ച് നോക്കുകയാണ്. ഹല്ലേലൂയ നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെയും പ്രാപിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ എത്രയോ പേര് ഈ സന്തോഷത്തിൽ അല്ലാതായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ
അതെ നമ്മുടെ അതേ കൂട്ടായ്മകളിൽ എത്രയോ പേര് ഈ സന്തോഷത്തിലല്ലാത്തവരുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എത്ര പേര് അതേ ഈ സന്തോഷത്തിലല്ലാത്തവരുണ്ട്. നമ്മുടെ രാജ്യത്ത് എത്രയോ പേര് ഈ സന്തോഷത്തിലല്ലാത്തവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം നമുക്കൊരു വലിയ അസൈൻമെന്റ് തരിക. പ്രൈസ് ദി ലോർഡ്. ഈ അസൈൻമെന്റ് നമ്മൾ അത് ഏറ്റെടുക്കുമോ? ഹല്ലേലൂയ. അതെ, എന്റെ കുഞ്ഞാടുകളെ വേഗിയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കുഞ്ഞാടുകളെ വേഗിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് സംബന്ധിച്ച് ഏറ്റുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം പറയുന്നത്, ഹല്ലേലൂയ, പത്രോസേ, നീ യവനക്കാരനായിരുന്നപ്പോൾ, ഹല്ലേലൂയ, അതേ നിനക്ക് ഇഷ്ടമുള്ള ഇടത്ത് നടന്നു. ഹല്ലേലൂയ. ഇന്ന് അത് നിന്റെ ജീവിതത്തിലൊരു അതേ നിയന്ത്രണം മറ്റൊരാളിൽ കൂടെ തരിക. അത് മറ്റാരുമല്ല. നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. നീ പ്രായമായിരിക്കുന്നു, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. എന്നാൽ സ്വർഗം നിന്നെ നിയന്ത്രിക്കാനായിട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, സ്വർഗം നിന്നെ നിയന്ത്രിക്കാനായിട്ട് പോവുക. ഹല്ലേലൂയ. ആ സ്വർഗത്തിന്റെ നിയന്ത്രണം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതേ അവിടെ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, അതേ നിങ്ങൾ അതേ യെരൂശലേമിൽ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതേ കാത്തിരിക്കുമ്പോൾ എന്റെ ശക്തി അതേ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി. ഹല്ലേലൂയ. അതേ പത്രോസിന്റെ മേലും അവന്റെ കൂടെയുള്ള മറ്റു സഹപ്രവർത്തകരുടെ മേലും ചുരിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവൻ കൊടുത്തതായിട്ടുള്ള അസൈൻമെന്റ് ചെയ്യുവാൻ പത്രോസിനെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ അവന്റെ ഒറ്റ പ്രസംഗത്തിലൊക്കെ 3000 പേര് മാനസാന്തരപ്പെടുവാൻ, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, ഹല്ലേലൂയ, ദൈവം അവനെ ഉപയോഗിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അതേ സ്വർഗം അതേ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. അവൻ തിബരിയോസ് കടൽക്കരയിൽ ആ സുപ്രഭാതത്തിൽ പത്രോസിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നതുപോലെ നമ്മുടെയും അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി അതേ ഒരു വലിയ അതേ അവൻ നമ്മളെ ഒരു വലിയ ഡയറക്ഷൻ തരിക. ഹല്ലേലൂയ. നീ ഇത് ചെയ്യുക. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ഒരു പ്രിപ്പറേഷൻ തരിക. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ഒരു വലിയ ഇൻവിറ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ തരിക. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ അവൻ നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, അതേ ഒരു ടെസ്റ്റ് ഇട്ട് തരികയാണ്. ഹല്ലേലൂയ. നമ്മളത് പാസ്സാകുമ്പോൾ, ഹല്ലേലൂയ, വലിയൊരു അസൈൻമെന്റ് നമ്മുടെ ജീവിതത്തിലേക്ക് തരികയാണ്. ഹല്ലേലൂയ. ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അവസ്ഥ ഏതാകുന്നുവെങ്കിലും, ഹല്ലേലൂയ, പ്രാണപ്രിയനായിട്ടുള്ള കർത്താവ് നിന്റെ അവസ്ഥയെ മാറ്റുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ ഏൽപ്പിക്കുന്ന ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ഇനിയും കർത്താവിന്റെ വരവ് ഏറ്റെടുത്തിരിക്കുക. ഹല്ലേലൂയ. ശേഷിക്കുന്ന നാളുകളും നാഴികയും, ഹല്ലേലൂയ, അവന്റെ യുദ്ധത്തിന്റെ സന്നാഹങ്ങളോടുകൂടെ അതേ അതിന് സഹായമായിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ നമുക്ക് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യാം. ഹല്ലേലൂയ. അവന്റെ പോർക്കളത്തിൽ പോരാളികളായി നമുക്ക് മുന്നോട്ട് പോകാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതേ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതേ ഈ വചനം കേട്ട് അതേ അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതൊരു പുതിയ തീരുമാനത്തെങ്കിലേക്ക്, കർത്താവെ, ഞാൻ പിന്മാറിപ്പോയിരിക്കുന്നു, നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണം, നിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഒരുക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേ കേൾക്കുന്നതായുള്ള സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ തന്നെ അതേ കണ്ണുകളെ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറിൽ വിളിക്കുക. പാസ്റ്റർ മാത്യു സി സാമുവൽ, ഇവാഞ്ചലിസ്റ്റ് P.I. ഫിലിപ്പ് എന്നിവരുമായി നിങ്ങൾ ബന്ധപ്പെടുക. ദൈവം വിടുതലിന്റെ ദൈവമാണ്, നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. അവനിലൂടെ നമുക്ക് വിടുതൽ പ്രാപിച്ചെടുക്കാം. TV പ്രോഗ്രാമിലൂടെ ദൈവവചനം കാണുവാൻ സാധിച്ച നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും വരിക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കണം.